ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല. രാമൻ പറ. അത് ദൈവത്തിന്റെ സ്വഭാവത്തിലൊന്നാണ്. അവൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. നിങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടില്ലേ? ഒരു ദിവസം ദൈവം, ഞാൻ പറഞ്ഞിട്ടുള്ള ആശയമാണ് പലയിടത്തും, ഒരു ദിവസം ദൈവം ആമിസ്വത്രം എലിയ പ്രവാചകൻ മുഖാന്തരം എലീശയോട് ഒരു ദൂത് പറയുകയാണ്. അവൻ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ വെളിപ്പെട്ടു വരും. കേട്ടിട്ടുണ്ടോ? ഏലിയാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ ഉണ്ടാകും. ആ പ്രവചന ശബ്ദം ഏലിയാവിൽ നിന്ന് എലീശ സ്വീകരിക്കുകയാണ്. ആ പ്രവചന ശബ്ദവുമായി ഇതാ ഒരു മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ ജീവിച്ചു മരിച്ചു. എലീശ മരിച്ചപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ എണ്ണം 31 ആയിരുന്നു. 31. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ഏലിയാവ് മരിച്ചപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ എണ്ണം 16 ആയിരുന്നു. 16 അത്ഭുതങ്ങൾ. അവൻ 16ന്റെ ഇരട്ടി എത്രയാ? 16ന്റെ ഇരട്ടി 32 എന്ന് പറഞ്ഞാൽ ആമിസ്വത്രം അവന്റെ പ്രവചന നിവർത്തിയുടെ ഒരു നമ്പറിന്റെ അകത്ത് വെച്ച് ആര് മരിച്ചു? എലീശ മരിച്ചു. ആരോ പറഞ്ഞു എലീശ കണ്ടില്ലേ, ദൈവം പറഞ്ഞത് കറക്റ്റ് ആകത്തൊന്നും ഇല്ലെന്നേ. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എത്ര വട്ടം നമ്മൾ ഈ സാധനം കേട്ടിട്ടുണ്ടല്ലേ? ദൈവം പറഞ്ഞത് ശരിയാകത്തത് അത് എപ്പോഴും കറക്റ്റ് ആവുന്നത്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പം റെഡിയാവില്ല. ഹലോ, ആമിസ്വത്രം ആരോ എലീശയോട് പറഞ്ഞു, ഇതാ നീ 31 അത്ഭുതങ്ങളല്ലേ ചെയ്തുള്ളൂ, ഇരട്ടി ചെയ്യണമെങ്കിൽ 32 ആകണ്ടേ, നീ അത്ഭുതങ്ങൾ തികച്ചില്ലല്ലോ. കണ്ടോ, ദൈവം പറഞ്ഞത് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ അടുത്തൂടൊക്കെ പോയേക്കാം. കൂടെ അടുത്തൂടൊക്കെ പോയേക്കാം. പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നാൽ ആ ചരിത്രം 31 അവസാനിച്ചു എന്ന് പറഞ്ഞ് എലീശ അവസാനിച്ചു. എന്നാൽ തിരുവെഴുത്തുകൾ പറഞ്ഞു, ഒരു ദിവസം എലീശ മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷം അവൻ അസ്ഥി മാത്രമായി മാറിയപ്പോൾ ഒരു ദിവസം 2 പേർ ചേർന്ന് ഒരു ശവശരീരത്തെ എടുത്തുകൊണ്ട് ഒരു താഴ്വരയിൽ കൂടെ നടക്കുകയാണ്. ഈ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിന്റെ ശ്രുതി ഇവർ കേട്ടു. യുദ്ധത്തിന്റെ ശ്രുതി കേട്ടപ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, ഈ 2 പേർ പേടിച്ചിട്ട് ഈ ശവത്തെ എടുത്ത് അടുത്ത് കിടന്ന ഒരു ഗുഹയുടെ അകത്തേക്ക് എറിഞ്ഞു. ഈ ഗുഹ മറ്റൊന്നുമായിരുന്നില്ല, എലീശ പ്രവാചകനെ അടക്കിയ അവന്റെ ആമിസ്വത്രം അവൻ ശവകുടീരമായിരുന്നു. എന്നുണ്ടോ? അതിനകത്ത് എലീശ പ്രവാചകനില്ല, എന്നാൽ എലീശയുടെ അസ്ഥികൾ അവിടെയുണ്ട്. തിരുവെഴുത്തുകൾ പറയുന്നു, ഈ മനുഷ്യന്റെ ശരീരം ഈ അസ്ഥികളെ തൊട്ടപ്പോ വചനം പറയുന്നു, ആ ശവശരീരത്തിന് മേൽ അവന്റെ ജീവൻ തിരികെ വന്നു. 31 + 1 32. മനുഷ്യൻ പറയുന്നത് തെറ്റാ, എന്നാൽ ദൈവം പറയുന്നത് തെറ്റില്ല. മനുഷ്യൻ പിന്മാറാ, എന്നാൽ ദൈവം പിന്മാറില്ല. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കരമടിച്ചവനെ ആരാധിച്ചോ. മനുഷ്യർ പിന്മാറാ, അവർ പറഞ്ഞ വാക്കിൽ നിന്ന്, വാഗ്ദത്തങ്ങളിൽ നിന്ന് മനുഷ്യർ പിന്മാറാ, എന്നാൽ എന്റെ ദൈവം അവൻ പിന്മാറില്ല. ദീർഘവർഷങ്ങളായി പ്രവചനങ്ങൾ കേട്ട്, വാഗ്ദത്തങ്ങൾ കേട്ട് പരാജയപ്പെട്ടവരുണ്ട്. വെയിറ്റ്, 2024 നിങ്ങളുടെ പ്രവചന ശബ്ദങ്ങളുടെ നിവർത്തീകരണങ്ങൾ സംഭവിക്കുമെന്ന് ഒരു നല്ല ആമേൻ പറയാം. തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമേൻ പറ. നിങ്ങളുടെ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് പറ, എന്നോട് ദൈവം പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നടക്കും. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നടക്കും. അത് പ്രവാചകൻ പറഞ്ഞത് മാത്രമല്ല, നീ വചനത്തിൽ വായിച്ചത്, ദൈവം നിന്നോട് സംസാരിച്ചത്, പ്രസംഗത്തിൽ നീ കേട്ടത്, ദൈവത്തിന്റെ വചനം നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നടക്കും. ഹല്ലേലൂയ.